പാലായിൽ രാഷ്ട്രീയ പോരാട്ടം വീണ്ടും ചൂടുപിടിക്കുകയാണ്. മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള ഉറച്ച നീക്കങ്ങളുമായി കേരള കോൺഗ്രസ് എം രംഗത്തെത്തിയിരിക്കെ സിറ്റിംഗ് MLA മാണി സി കാപ്പനെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോഴത്തെ ചർച്ചകൾ ശക്തമാകുന്നത്. ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നിട്ടില്ലെങ്കിലും ചെയർമാൻ ജോസ് കെ മാണി പാലാ കേന്ദ്രീകരിച്ച് പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതോടെ തെരഞ്ഞെടുപ്പ് അന്തരീക്ഷം മണ്ഡലത്തിൽ സജീവമായിരിക്കുകയാണ്. LDF വികസന മുന്നേറ്റ ജാഥയുടെ മധ്യമേഖലാ നേതൃത്വം വഹിക്കുന്ന ജോസ് കെ മാണിയുടെ വാർത്താ സമ്മേളനത്തിനിടെയാണ് റോഷി അഗസ്റ്റിൻ MLA അപ്രതീക്ഷിതമായി പാലായിൽ ജോസ് തന്നെ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചത്. പാലായിൽ ജോസ് മത്സരിക്കുമെന്നും വിജയം സുനിശ്ചിതമാണെന്നും റോഷി തുറന്നു പറഞ്ഞിരുന്നു. കേരള കോൺഗ്രസ് നേതൃത്വത്തിനുള്ളിലും ഇക്കാര്യത്തിൽ ഏകദേശ തീരുമാനമായതായി സൂചനയുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 15,378 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് മാണി സി കാപ്പൻ ജോസ് കെ മാണിയെ തോൽപ്പിച്ചത്. എന്നാൽ കഴിഞ്ഞ 5 വർഷമായി മണ്ഡലത്തിൽ കാര്യക്ഷമമായ ഇടപെടലുകൾ ഉണ്ടായില്ലെന്ന വിമർശനം വോട്ടർമാരുടെ ഇടയിൽ ശക്തമായി ഉയരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. വികസന പ്രവർത്തനങ്ങളിലെ കുറവും മണ്ഡലവുമായി ബന്ധപ്പെടാത്ത നേതൃത്വം എന്നിങ്ങനെയുള്ള ഒരുപാട് ആരോപണങ്ങളാണ് ഉയരുന്നത്. UDF-നായി പാലായിൽ വീണ്ടും മത്സരിക്കാൻ സിറ്റിംഗ് MLA ആയ മാണി സി കാപ്പൻ തന്നെ രംഗത്തുണ്ടാകുമെന്നാണ് സൂചന. കാപ്പന്റെ പ്രവർത്തനം സംബന്ധിച്ച് UDF വൃത്തങ്ങളിൽ വിമർശനങ്ങൾ ഉയർന്നതോടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ഇറക്കാനുള്ള ആലോചനകളും നടന്നിരുന്നു. എന്നാൽ പാല വിട്ടുകൊടുക്കില്ലെന്ന് കാപ്പൻ UDF നേതൃത്വത്തെ അറിയിച്ചതോടെ നിലവിലെ സാഹചര്യത്തിൽ കാപ്പനെ തന്നെ മുന്നോട്ട് വെച്ച് പ്രചാരണ പരിപാടികളിലേക്ക് കടക്കാൻ UDF നേതൃത്വം നിർദ്ദേശം നൽകുകയായിരുന്നു. മണ്ഡലത്തിൽ കാപ്പനെതിരെ ശക്തമായ വികാരം ഉയരുന്നുവെന്ന വിലയിരുത്തലാണ് രാഷ്ട്രീയ നിരീക്ഷകർക്കുമുള്ളത്. ജോസ് കെ മാണി മത്സരിച്ചാൽ കാപ്പന് കടുത്ത വെല്ലുവിളി നേരിടേണ്ടി വരുമെന്ന വിലയിരുത്തൽ UDF-നുള്ളിലും ഉയരുന്നുണ്ട്. അതേസമയം BJP സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് വ്യക്തതയില്ലെങ്കിലും ഷോൺ ജോർജിന്റെ പേര് പരിഗണനയിലുണ്ടെന്ന അഭ്യൂഹങ്ങളാണ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ പ്രചരിക്കുന്നത്. ഇത്തവണ പാലായിൽ നടക്കുന്ന മത്സരം സാധാരണ രാഷ്ട്രീയ പോരാട്ടമല്ല. കേരള കോൺഗ്രസ് എം മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ശക്തമാക്കിയിരിക്കെ സിറ്റിംഗ് MLA-യുടെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ജനവിമർശനവും തെരഞ്ഞെടുപ്പ് ചർച്ചകളുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ പരാജയത്തിന് ശേഷം രാജ്യസഭാ അംഗമെന്ന നിലയിൽ കിട്ടിയ ഫണ്ട് അധികവും പാലായിൽ ചെലവഴിച്ചും മണ്ഡലത്തിൽ സജീവമായി പ്രവർത്തിച്ചും സീറ്റ് തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് ജോസ് കെ മാണി. ഇത്തവണ CPM-നും ജോസിനോട് വലിയ താല്പര്യമുണ്ടെന്നത് അനുകൂല ഘടകമാണ്. അതേസമയം UDF അധികാരത്തിലെത്തിയാൽ പാലായ്ക്ക് മന്ത്രി ഉണ്ടാകുമെന്ന് ഉയർത്തിക്കാട്ടിയാണ് മാണി സി കാപ്പൻ പ്രചാരണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഗ്ലാമർ പോരാട്ടമായിരിക്കും ഇത്തവണ പാലായിൽ നടക്കുകയെന്ന് നിസ്സംശയം പറയാം.